ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് ബീഫ് വരട്ടിയത്. നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ ക്രിസ്മസിൻ്റെ അന്ന് മിക്ക വീട്ടുകളിലും ബീഫ് വരട്ടിയതുണ്ടാവും. ഇതിന്റെ കൂട്ടത്തിൽ പൊറോട്ടയും കൂടെ ആയാലോ പറയാതിരിക്കാൻ വല്ല. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. അപ്പൊ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇടുന്നതിൽ കൂടുതൽ വേണം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ എനിക്കിത് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ ബീഫിന്റെയും വേവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുക്കർ 4 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ബീഫ് ഉലർത്തിയെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ നല്ല ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് 2 സവോള ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. കാരണം നമ്മൾ ബീഫ് ഉലർത്തുന്ന സമയത്ത് ഒരുപാട് സവോള ഇടത്തില്ല. കാരണം അതിൽ കൂടുതൽ നമ്മൾ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സവോളയുടെ ഒരു മതിരിപ്പ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ കറിയിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ 2 ചെറിയ സവോളയും പിന്നെ ഒരു 8 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളുടെ തേങ്ങാക്കൊത്ത്, നമ്മൾ ബീഫ് ഉലർത്തുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് അല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റത്തില്ലേ, അതുപോലെ അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. സവോളയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് നമ്മൾ ബീഫ് ഉലർത്താൻ വേണ്ടി കൂടുതലായിട്ട് എരിവിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് മീറ്റ് മസാല കൂടിക്കഴിഞ്ഞാൽ ആ പൊടിയുടെയൊക്കെ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് കൂടിപ്പോകാതിരിക്കാൻ നോക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറത്തില്ലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പം അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമില്ലേ, അതിന്റെ കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ബാക്കി വന്ന വെള്ളം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ, അല്ലാതെ മൂടി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ബീഫ് വെന്താണല്ലോ, അതുകൊണ്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഒലത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് കളർ ആവുന്നിടം വരെ നമുക്കിത് വറ്റിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം. കാരണം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബീഫ് വരട്ടുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഉരുളിയിലൊക്കെ വെച്ച് നമ്മൾ അടുപ്പത്തൊക്കെ വെക്കുന്ന ബീഫ് വരട്ടിയതിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. കുറച്ച് പണിയാണ്, കാരണം നമ്മൾ ഇത് നന്നായിട്ട് കണ്ടിന്യൂസ്ലി കൈ എടുക്കാതെ വേണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വരണ്ട് ഒന്നിനെ തൊടാതെ നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്.
ദാ ഇപ്പം നമ്മുടെ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം ആ ചൂടിൽ തന്നെ കുറച്ച് നേരം കൂടി ഇതവിടെ കിടന്ന് ഒന്നും കൂടി ഒന്ന് നല്ലൊരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരണം. ഇപ്പൊ നമ്മുടെ അടിപൊളി ബീഫ് ഉലർത്തിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ന്യൂ ഇയർ ഒക്കെയല്ലേ വരുന്നത്. അപ്പൊ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂട്ടത്തിലോ പാലപ്പത്തിന്റെ കൂട്ടത്തിലോ എന്തിനു വേണ്ടി ചോറിന്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കോംബോയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.